ഡ്യൂറന്റ് കപ്പിൽ ഇന്ന് നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് CISFനെ തകർത്ത് തരിപ്പണമാക്കി വിട്ടു. 7-0 എന്ന സ്കോറിനാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജയിച്ചത്. ആദ്യ പകുതിയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ 6 ഗോളുകളും ഇന്ന് വീണത്. നോ സദോയ് ബ്ലാസ്റ്റേഴ്സിനായി ഇന്ന് ഹാട്രിക് നേടി. 6-ാം മിനിറ്റിൽ പെപ്രയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത്. 9-ാം മിനിറ്റിൽ നോ സദോയ് ഗോൾ നേടി. 16-ാം മിനിറ്റിൽ ഐമന്റെ വക അടുത്ത ഗോൾ വന്നു. 20-ാം മിനിറ്റിൽ നോ സദോയ് വീണ്ടും സ്കോർ ചെയ്തു. 25-ാം മിനിറ്റിൽ നവോച്ചോ സിംഗ് ഒരു ഗോൾ കൂടി നേടി. 44-ാം മിനിറ്റിൽ അസർ കൂടി ഗോൾ നേടിയതോടെ 6-0 എന്ന സ്കോറിന് ഇടവേളയ്ക്ക് പിരിഞ്ഞു. രണ്ടാം പകുതിയിൽ എല്ലാവരും കാത്തിരുന്നത് ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം നേടിയ റെക്കോർഡ് വിജയം മറികടക്കുമോ എന്നറിയാനായിരുന്നു. എന്നാൽ 90 മിനിറ്റ് ആകേണ്ടി വന്നു ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഗോൾ വരാൻ. നോ സദോയ് 90-ാം മിനിറ്റിൽ ഗോൾ നേടി തന്റെ ഹാട്രിക് പൂർത്തിയാക്കി. ആ ഗോളിന് തൊട്ടുമുമ്പ് ഒരു പെനാൽറ്റി കിട്ടിയത് നോ സദോയ് പുറത്തേക്കടിച്ച് നഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചില നല്ല മുന്നേറ്റങ്ങൾ CISFും നടത്തി. ഒരു തവണ ഗോൾ പോസ്റ്റിൽ തട്ടി അവരുടെ ബോൾ മടങ്ങുകയും ചെയ്തു. 63% ബോൾ പൊസിഷൻ ബ്ലാസ്റ്റേഴ്സിനും 37% CISFനും ഉണ്ടായിരുന്നു. 35 ഷോട്ടുകളാണ് ബ്ലാസ്റ്റേഴ്സ് അടിച്ചത്. CISF ആകട്ടെ 13 ഷോട്ടുകളും. ഓൺ ടാർഗറ്റിലേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ 11-ഉം CISFന്റെ 5 ഷോട്ടുകളാണ് ഉണ്ടായിരുന്നത്. മൊത്തം 525 പാസുകൾ ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 246 എണ്ണമായിരുന്നു CISFന്റെ വക ഉണ്ടായിരുന്നത്. ഈ ജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഏതാണ്ട് ഉറപ്പിച്ചെന്ന് പറയാം. ഇനി ബ്ലാസ്റ്റേഴ്സ് പുറത്താകണമെങ്കിൽ നാളെ പഞ്ചാബ് വൻ മാർജിനിൽ മുംബൈ FC തോൽപ്പിക്കേണ്ടി വരും.